കശ്മീരിൽ തീവ്രവാദികളുടെ വെടിയേറ്റ് മരിച്ച മലയാളി സൈനികൻ ലഫ്റ്റനന്റ് കേണൽ കൃഷ്ണകുമാറിന് ജന്മനാടിന്റെ അന്ത്യാഞ്ജലി. കൃഷ്ണകുമാറിന്റെ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ രാഷ്ട്രീയ സാംസ്കാരിക ഇന്നലെ ക്രിമേഷന് പോയിരുന്നു അല്ലേ? ന്യൂസ് ചാനലിൽ കണ്ടതാ. ജാക്കിനെയും നായർ സാറിനെയും. വേണ്ടപ്പെട്ട ആരെങ്കിലും? ഫ്രണ്ട്സ് വല്ലവരായിരിക്കും അല്ലേ? താനൊക്കെ എന്തോ ഇങ്ങനെയായി പോയത്. വിവാഹം കഴിഞ്ഞിട്ട് 4 വർഷം പോലും ആവാത്ത ചെറുപ്പക്കാരൻ എന്തിനു വേണ്ടിയിട്ടാ മരിച്ചത്? അയൽക്കാരുമായിട്ട് വേലി പ്രശ്നത്തിന് അടിപിടി കൂടിയിട്ടാണോ? എടോ, അയാൾ മരിച്ചത് നമുക്ക് വേണ്ടിയിട്ടാണ്. താനും ഞാനും അടങ്ങുന്ന ഈ നാടിന് വേണ്ടിയിട്ട്. അയാളെ പോയി കാണാൻ ഇതിൽ കൂടുതൽ എന്ത് ബന്ധോടോ വേണ്ടത്? അയ്യോ, ഞാൻ അതുദ്ദേശിച്ചല്ല ചോദിച്ചത്. ഇന്ന് TV കണ്ടു കാണുമല്ലോ ആ മരിച്ച വീട്ടിലുണ്ടായ കസർത്ത്. കൊല്ലപ്പെടുന്ന ഓരോ പട്ടാളക്കാരന്റെ വീട്ടിലും ഇത് പതിവുള്ളതാ. സ്റ്റേജ് കെട്ടാനും മൈക്കിലൂടെ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കാനും ഒരുപാട് പേരുണ്ടാവുമെന്ന്. പക്ഷെ ഈ പറഞ്ഞ ആനുകൂല്യങ്ങളൊക്കെ ആ കുടുംബത്തിന് കിട്ടുന്നുണ്ടെന്ന് ആർക്കറിയാം? പിന്നീട് ആരെങ്കിലും ഇതൊക്കെ അന്വേഷിക്കുന്നുണ്ടോ? എന്തിന്? ആ മൈക്ക് സെറ്റിന്റെ വാടക വരെ മരിച്ചുപോയ പട്ടാളക്കാരന്റെ വീട്ടുകാരെ കൊണ്ട് കൊടുപ്പിച്ചിട്ടുണ്ടാവും ഇവന്മാര്. ഈ പ്രഖ്യാപനങ്ങളൊക്കെ വിശ്വസിച്ച് ഗവൺമെന്റ് ഓഫീസിൽ ചെന്നാലോ ഉടനെ ചോദ്യങ്ങളാ. ഭാര്യയാണെന്നുള്ള സർട്ടിഫിക്കറ്റ്, മകനാണെന്നുള്ള സർട്ടിഫിക്കറ്റ്, അനന്തരാവകാശിയാണെന്നുള്ള സർട്ടിഫിക്കറ്റ്, അങ്ങനെ കുറെ സർട്ടിഫിക്കറ്റുകൾ. അതും പോരാഞ്ഞിട്ട് പട്ടാളക്കാരന്റെ വിധവയോട് കാമാഭ്യർത്ഥന. ഈ വക സഹായങ്ങളൊക്കെ മരിച്ചുപോയ പട്ടാളക്കാരന്റെ വീട്ടിൽ കൊണ്ടല്ലേ കൊടുക്കേണ്ടത്? അതാണ് അയാളോട് കാണിക്കേണ്ട മര്യാദ, ബഹുമാനം. ഇന്ത്യൻ ആർമി ഒരു നിമിഷം ഒന്ന് കണ്ണടച്ചാൽ മതി, ഈ മണ്ണ് വേറെ ആണുങ്ങളുടെ കയ്യിലിരിക്കും. അറിയോ തനിക്ക്? ലോകത്തൊരിടത്ത് പട്ടാളക്കാരോട് ഇത്രയധികം നന്ദിയേട് കാണിക്കുന്ന ഒരു രാജ്യമില്ല. മറ്റുള്ള രാജ്യങ്ങളിൽ നോക്ക്, പട്ടാളക്കാരെ സർന്ന് കൂട്ടിയെ വിളിക്കും. ഇവിടെ നമ്മൾ എന്തൊക്കെ ഡേയാണ് ആഘോഷിക്കുന്നത്? ചിൽഡ്രൻസ് ഡേ, പാരന്റ്സ് ഡേ, ഫാദേഴ്സ് ഡേ, ബ്രദേഴ്സ് ഡേ, വാലന്റൈൻസ് ഡേ, ഡോഗ്സ് ഡേ, ആ ഡേ, ഈ ഡേ, പോരാത്തതിന് ഇതായിപ്പോ കിസ്സിംഗ് ഡേ വരെ ആഘോഷിച്ചു. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോ അല്ലെങ്കിൽ സാംസ്കാരിക നേതാക്കന്മാരോ ആരെങ്കിലും എന്നെങ്കിലും ഈ മരിച്ചുപോയ ജവാന്മാർക്ക് വേണ്ടി ഒരു ദിവസം വേണ്ട, 1 മണിക്കൂർ അല്ലെങ്കിൽ 1 നിമിഷം മാറ്റിവെക്കണമെന്ന് ഈ ജനങ്ങളോട് ആവശ്യപ്പെട്ടുണ്ട്? ആരെങ്കിലും ഇത് ചെയ്യുന്നുണ്ടോ? പട്ടാളക്കാരൻ ജീവിച്ചിരിക്കുമ്പോ അവധിക്കാലത്ത് കുപ്പയുമായി വന്ന് ഗുണ്ടുകഥകൾ പറയുന്ന ഒരു വിഡ്ഢി മരിച്ചു കഴിഞ്ഞാലോ രാജ്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച വലിയ വീരൻ. അതോടെ കഴിഞ്ഞു പട്ടാളക്കാരന്റെ മഹത്വം. ചുരുക്കി പറഞ്ഞ, പട്ടാളക്കാരോട് ബഹുമാനം ഉണ്ടാവണമെങ്കിൽ ഒന്നെങ്കിൽ യുദ്ധം ഉണ്ടാവണം, അല്ലെങ്കിൽ അവർ ചത്ത് മരവിച്ച് കിടക്കണം. രക്ഷകനെത്തിയോ?
അദ്ദേഹത്തിന്റെ മക്കളുടെ സകലവിധ പഠന ചെലവുകളും അദ്ദേഹത്തിന്റെ സഹധർമ്മിണി പ്രിയ സഹോദരിയുടെ ജോലിയും ഉൾപ്പെടെ എല്ലാവിധ സഹായങ്ങളും ഒരു MLA എന്ന നിലയിൽ എന്റെ ഭാഗത്തു നിന്നുണ്ടാവുമെന്ന് നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു. ഈ വാഗ്ദാനങ്ങളെല്ലാം വിശ്വസിച്ച് ഏടത്തി പല ഗവൺമെന്റ് ഓഫീസുകളും കയറി ഇറങ്ങി. എന്നാ പിന്നെ MLA സാറിനോട് ചെയ്തു തരാൻ പറ. ഞാൻ പറഞ്ഞ സർട്ടിഫിക്കറ്റ് കൊണ്ടുവരാൻ എനിക്കും ചെയ്യാൻ പറ്റില്ല. ഇവിടുത്തെ ചില നീക്കുകൾ അറിഞ്ഞാൽ പിന്നെ ഇത്രയും നടക്കേണ്ടി വരില്ല. പണം മാത്രല്ല, വേറെ ചിലത് കൊണ്ടല്ല. ഏത് ഒരു പട്ടാളക്കാരന്റെ വിധവയ്ക്ക് എന്ത് വിലയാണ് ഈ സമൂഹം കൊടുക്കുന്നതെന്ന് ഏടത്തിക്ക് വ്യക്തമായി. അപമാനിതയായ ഏടത്തി കുട്ടികളെയും കൂട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചു. അവിടെയും വിധി ഏടത്തിയെ തോൽപ്പിക്കുകയായിരുന്നു. കുഞ്ഞുങ്ങൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പക്ഷെ ഏടത്തി ഈ ലോകത്തോട് വിട പറഞ്ഞു. പോയിട്ട് വരാം. പിന്നീടുള്ള എന്റെ ജീവിതം അവർക്ക് വേണ്ടിയിട്ടായിരുന്നു. അവരെ പോലെ ഒരുപാട് പേർക്ക് വേണ്ടിയിട്ട്. സാറേ, മതി, ഈ കൊച്ചു പൊക്കോട്ടെ. ഐ എം സോറി. യു ആർ മൈ ഫ്രണ്ട്. അതാ ഞാൻ കുറച്ച് ഇമോഷണലായി പോയത്. I understand. I value your friendship. See you tomorrow.